നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൂപ്പാറ ടൗണിലെ അനധികൃത കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു. നടപടി പന്നിയാർപ്പുഴയും റോഡ് പുറമ്പോക്കും കയ്യേറി നടത്തിയ 56 നിർമ്മാണങ്ങൾക്കെതിരെ ഒഴിയാൻ സാവകാശം നൽകാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ നേരിയ സംഘർഷം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. വ്യാപാരികൾ വോട്ട് ബാങ്കായി മാറണമെന്ന് ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്ന സമരത്തിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പിന്തുണ നൽകുമെന്നും നേതൃത്വം. മകന് സംഭവിച്ച അപകടത്തിന്റെ നിജസ്ഥിതി അറിയാതെ ഒരു കുടുംബം. അപകടത്തെ തുടർന്ന് 107 ദിവസമായി അബോധാവസ്ഥയിൽ തുടരുന്നത് അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പുതുപ്പറമ്പിൽ ബിനോജ് മോഹൻ. വീടിന് മുൻപിൽ ഗുരുതര പരിക്കുകളോടെ ബിനോജിനെ വീട്ടുകാർ കണ്ടത് 2023 ഒക്ടോബർ 24 രാത്രി 10 മണിയോടെ. ഏതാനും വർഷം മുൻപ് വരെ കർഷകരുടെ കൈത്താങ്ങായിരുന്ന കൊക്കോ പരിപ്പിന് വീണ്ടും പൊന്നും വില സർവകാല റെക്കോർഡിലെത്താൻ കാരണം ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത്. വിശദമായ വാർത്തകൾ. പൂപ്പാറ ടൗണിലെ അനധികൃത കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു. പന്നിയാർപ്പുഴയും റോഡും പുറമ്പോക്കും കയ്യേറി നടത്തിയ 56 നിർമ്മാണങ്ങൾക്കെതിരെയാണ് നടപടി. ഒഴിയാൻ സാവകാശം നൽകാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ നേരിയ സംഘർഷമുണ്ടായി. 6 പേരെ അറസ്റ്റ് ചെയ്തു നീക്കി. 6 ആഴ്ചയ്ക്കുള്ളിൽ പൂപ്പാറയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് റവന്യൂ സംഘം നടപടി സ്വീകരിച്ചത്. സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പൂപ്പാറയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു. 2 ആരാധനാലയങ്ങളും 13 വീടുകളും കടകളും ഉൾപ്പെടെ ആകെ 56 അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെയായിരുന്നു നടപടി. വീടുകളിലെ താമസക്കാർക്ക് തുടരാൻ അനുമതി നൽകിയിട്ടുണ്ട്. ആരാധനാലയങ്ങളിൽ നോട്ടീസ് പതിപ്പിച്ചെങ്കിലും സീൽ ചെയ്തിട്ടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടി സീൽ ചെയ്തു. 2 ടൈപ്പ് കെട്ടിടങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്, വീടുകളും വാണിജ്യ കെട്ടിടങ്ങളും. വീടുകളിൽ താമസിക്കുന്നവർക്ക് നമ്മൾ താമസിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്, അവരെ ആരെയും ഒഴിപ്പിച്ചിട്ടില്ല. അത് ബാക്കി എല്ലാ കേസുകളിലും നമ്മുടെ സ്റ്റാൻഡ് അത് തന്നെയായിരുന്നു. കടകളിലുള്ളവർക്ക് നമ്മൾ ഓൾറെഡി പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, പെട്ടെന്ന് നശിക്കുന്ന സാധനങ്ങൾ ഓൾറെഡി റിമൂവ് ചെയ്യാൻ ഇപ്പോൾ രാവിലെ മുതൽ സമയം കൊടുത്തിട്ടുണ്ട്. മെജോറിറ്റി കടകൾ അവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഇനി മാറ്റാനുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കടകൾ ഏറ്റെടുക്കുകയാണ്, സീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊരു അപേക്ഷ തന്ന് നമുക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുന്നു. നിർബന്ധിതമായി വേഗത്തിൽ ഒഴിപ്പിക്കുകയാണെന്നാരോപിച്ച വ്യാപാരികളുടെ പ്രതിഷേധവുമുണ്ടായി. ഇത് നേരിയ സംഘർഷത്തിനും ഇടയാക്കി. 6 പേരെ അറസ്റ്റ് ചെയ്തു. പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. അടുത്ത നടപടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിയമപരമായിട്ട് ഇത് ഏത് രീതിയിൽ കൂടെ തുറക്കണോ അത് നിയമപരമായിട്ട് പോരാട്ടത്തിൽ കൂടെ സുപ്രീം കോടതി വരെയാണെങ്കിൽ പോയിട്ട് 10-25 കച്ചവടക്കാരുടെ സ്ഥാപനങ്ങൾ പൂട്ടി ഒരു കോടതി ഉത്തരവിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് 25 കച്ചവടക്കാരെ തെരുവിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇത് കേരളത്തിന് തന്നെ ഒരു അപമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഞങ്ങൾ കോടതി ഉത്തരവെന്ന് പറയുന്നത് വിത്തിൻ 6 വീക്സ് 6 ആഴ്ചയ്ക്കുള്ളിൽ നടപടിയെടുക്കണമെന്ന് പറഞ്ഞാണ്. 3 ആഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥന്മാർ, അതായത് അവർ പറഞ്ഞ വാക്കുകൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും, പെരുമാറ്റച്ചട്ടം വരും, അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നേരം നടപടിയെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ നടപടിയെടുക്കാമെന്നാണ്. സത്യത്തിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ
ഒരു മലയാളത്തിൽ എഴുതിയ ഒരു ഉത്തരവ് ഇന്ന് സാധാരണ കച്ചവടക്കാർക്ക് അവർ നൽകിയിട്ടില്ല. ഇന്ന ദിവസം ഇത്രയും ദിവസം കഴിയുമ്പോൾ ഒഴിഞ്ഞു മാറണം. 2-3 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന്, അതായത് വളരെ ക്രൂരമായ രീതിയിലാണ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാരും അവരുടെ സമീപനം ചെയ്തെന്ന് കച്ചവടക്കാരെ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കും. നടപടികൾ സംബന്ധിച്ച് റവന്യൂ വകുപ്പ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ആരാധനാലയങ്ങളും വീടുകളും സംബന്ധിച്ച് സർക്കാർ തീരുമാനപ്രകാരമാകും തുടർ നടപടി. വ്യാപാരികൾ വോട്ട് ബാങ്കായി മാറണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിച്ചിരിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ കട്ടപ്പനയിലെ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്ന സമരത്തിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പിന്തുണ നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. വ്യാപാരികളുടെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നവരെ വിജയിപ്പിക്കണം. ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന പേപ്പറിൽ ഒപ്പിടുന്നവരായി മന്ത്രിമാർ മാറിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കാനുള്ള സമരത്തിന് ഏകോപന സമിതി പൂർണ്ണ പിന്തുണ നൽകും. യാത്ര ആരംഭിച്ച പകുതിയായപ്പോൾ സംസ്ഥാന സർക്കാർ 5 ആവശ്യങ്ങൾ അംഗീകരിച്ചുവെന്നും അബ്ദുൽ ഹമീദ് പറഞ്ഞു. എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്, സംസ്ഥാന അധ്യക്ഷന്റെ അനുമതിയോടുകൂടെ ഇടുക്കി ജില്ലയിലെ വ്യാപാരികളും ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന പ്രദേശവാസികളും ആരും ഒറ്റക്കല്ല. സംസ്ഥാനത്തെ 1.5 ലക്ഷം വരുന്ന വ്യാപാരി സമൂഹം ഒന്നായി ഈ ഭൂവിഷയത്തിൽ, ഈ പട്ടയ ഭൂമിയുടെ വിഷയത്തിൽ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയാൻ കൂടിയാണ് ഈ യാത്ര ഈ കട്ടപ്പനയുടെ മണ്ണിലൂടെ കടന്നു പോകുന്നത്. നിങ്ങളോടൊപ്പം ആരുണ്ട്? ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയേതര മതേതര സംഘടന, 1.5 ലക്ഷം ആളുകളെ ഉൾക്കൊള്ളുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ സംഘടനയാണ് പറയുന്നത്. ഈ ഭൂവിഷയത്തിൽ ന്യായമായ നീതിയുക്തമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ സമരരംഗത്ത് ശബ്ദിക്കാൻ, പ്രവർത്തിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒന്നടങ്കം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വാക്ക്, ആ വാക്ക് തരിക. കട്ടപ്പനയിലെത്തിയ വ്യാപാര സംരക്ഷണ യാത്രയെ വെള്ളയാങ്കുടിയിൽ നിന്നും സ്വീകരിച്ചു. ജാഥ ക്യാപ്റ്റനെ തുറന്ന ജീപ്പിൽ ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയാണ് കട്ടപ്പനയിലെ സ്വീകരണ വേദിയിലെത്തിച്ചത്. പതിമൂന്നിന് നടക്കുന്ന സമരത്തിന് മുന്നോടിയായാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന സംരക്ഷണ യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പര്യടനം നടത്തും. കട്ടപ്പനയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് അധ്യക്ഷനായിരുന്നു. AJ റിയാസ് മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ, ദേവസ്യ മേച്ചേരിൽ, S ദേവരാജൻ, ബാബു കോട്ടയിൽ, സലീം രാമനാട്ടുകര, KP ഹസൻ, PK മാണി, KR വിനോദ് എന്നിവർ സംസാരിച്ചു. മകന് സംഭവിച്ച അപകടത്തിന്റെ നിജസ്ഥിതി അറിയാതെ ഒരു കുടുംബം. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പുതുപ്പറമ്പിൽ ബിനോജ് മോഹനാണ് അപകടത്തെ തുടർന്ന് 107 ദിവസമായി അബോധാവസ്ഥയിൽ തുടരുന്നത്. 2023 ഒക്ടോബർ 24 രാത്രി 10 മണിയോടെയാണ് വീടിന് മുൻപിൽ ഗുരുതര പരിക്കുകളോടെ ബിനോജിനെ വീട്ടുകാർ കണ്ടത്. അപകടത്തെ തുടർന്ന് പിതാവ് പല ആശുപത്രികളിലും കയറിയിറങ്ങി. പിന്നീട് പാലായിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതിനിടയിൽ പല ഓപ്പറേഷനുകളും നടന്നു. എന്നാൽ ഫലമുണ്ടായില്ല. ഇതോടെ മാസങ്ങളായി ബിനോജ് വീട്ടിൽ അബോധാവസ്ഥയിൽ കഴിയുകയാണ്. അപകടം നടന്ന് 107 ദിവസം പിന്നിട്ടിട്ടും അബോധാവസ്ഥയിൽ കഴിയുന്നതിനാൽ എന്താണ് സംഭവിച്ചതെന്നത് ആർക്കും അറിയില്ല. ഇത് പോലീസ് അന്വേഷണത്തെയും ബാധിച്ചതായി ബിനോജിന്റെ പിതാവ് പറയുന്നു. ഇത് സംബന്ധിച്ച് ഉപ്പറ പോലീസിൽ പരാതി കൊടുത്തിരുന്നു. അവരുടെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഇടുക്കി SP പരാതി ഞാൻ കൊടുത്തു. SP ആ അന്വേഷണം ഉപ്പറ പോലീസിൽ തന്നെ ഏൽപ്പിച്ചു. ഉപ്പറ പോലീസ് കാര്യമായ രീതിയിലൊന്നും അന്വേഷിച്ചില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഒന്നും അന്വേഷിച്ചില്ല. എൻ്റെ മകൻ്റെ ഫോൺ പരിശോധിച്ചിട്ടില്ല. ഇവൻ്റെ വസ്ത്രവും സാധനവും ഇരുന്ന സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തിട്ട് അത് അവരോട് ചോദ്യം പോലും ചെയ്തിട്ടില്ല.
അവർ ലാസ്റ്റ് കഴിഞ്ഞ 30-ാം തീയതി ഒരു 3 മണിയോടുകൂടി എന്നെ കുറേ ഒരു ASI വന്ന് കണ്ട് പറയുന്നു, ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകില്ല, കേസ് അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ പേപ്പറിൽ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഏതൊക്കെയാലും ഈ കേസ് അവസാനിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒപ്പുവിട്ട് തരുന്നില്ലെന്ന് പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിടുകയും ഇതാണ് ഇതിൽ നടന്നിട്ടുള്ള സംഭവം. അതുകൊണ്ട് മാധ്യമങ്ങളുടെ സഹായങ്ങൾ എനിക്കുണ്ടാകണം. ഈ കർമ്മസങ്കടത്തിൽ എൻ്റെ ഏകമകൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാരായ ആരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും അതിൻ്റെ കോപ്പി ജില്ലാ പോലീസ് സൂപ്രണ്ടിനും ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ടിനും DYSPക്കും കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ട നിയമ സഹായങ്ങൾ ചെയ്യണം. ഈ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. 2023 ഒക്ടോബർ 24-ാം തീയതിയാണ് ചപ്പാത്തിലേക്ക് പോയി മടങ്ങിയ ബിനോജിന് അപകടമുണ്ടായത്. സംസ്ഥാന പാതയിൽ ഒരാൾ വാഹനാപകടത്തിൽ കിടക്കുന്നത് യാത്രക്കാർ കാണുകയും ബിനോജിന്റെ വീട്ടിൽ തിരക്കുകയും ചെയ്തപ്പോഴാണ് വീട്ടുകാർ പോലും വിവരമറിയുന്നത്. തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. സംഭവത്തിൽ ഉപ്പുതറ പോലീസിൽ പരാതിയും നൽകി. എന്നാൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ട് ഇടുക്കി SP-ക്ക് കുടുംബം വീണ്ടും പരാതി നൽകി. എന്നാൽ വീണ്ടും അന്വേഷണം ഉപ്പുതറ പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ബിനോജ് കിടന്നിടത്തു നിന്നും ഏതാനും മീറ്ററുകൾ മാറി ബിനോജിന്റെ ബാഗ് കണ്ടെത്തിയെങ്കിലും ഇത് എങ്ങനെ അവിടെ എത്തിയെന്ന് പരിശോധിക്കാനോ ഫോൺ പരിശോധിക്കാനോ പോലും പോലീസ് തയ്യാറായില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കൂടാതെ കേസന്വേഷണം നിർത്തുകയാണെന്ന് പോലീസ് അറിയിച്ചതായും കുടുംബം പറയുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും DYSPക്കും പരാതി നൽകിയിരുന്നു. അയൽവാസിയുമായി മുൻപ് തർക്കം ഉണ്ടാവുകയും പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അന്നും സമാനമായ രീതിയിൽ അപകടമുണ്ടാക്കാൻ അയൽവാസി ശ്രമിച്ചിരുന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം. അതുകൊണ്ട് തന്നെ ബിനോജിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. സംഭവത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ഏതാനും വർഷം മുൻപ് വരെ കർഷകരുടെ കൈത്താങ്ങായിരുന്ന കൊക്കോ പരിപ്പിന് വീണ്ടും പൊന്നും വില. ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് വില സർവ്വകാല റെക്കോർഡിലെത്താൻ കാരണം. അടുത്ത കാലത്ത് വരെ പുരയിടങ്ങളിൽ നിന്നും കൂട്ടത്തോടെ വെട്ടിമാറ്റിയിരുന്ന കൊക്കോ ഇന്ന് പൊൻകണിയാണ്. കുറഞ്ഞ പരിപാലന ചെലവുകളും രോഗകീടങ്ങളുടെ കാര്യമായ ആക്രമണമില്ലാത്തതുമാണ് ഈ വിളയെ ആകർഷകമാക്കുന്നത്. 1 കിലോ ഉണങ്ങിയ കൊക്കോ പരിപ്പിന് ഇന്ന് 350 രൂപയിലധികം വില ലഭിക്കും. കേടും വിലയില്ലായിരുന്നു. 30 രൂപ 35 രൂപയൊക്കെ മാക്സിമം 35 രൂപയെ കിട്ടുകയുള്ളൂ. മുതലാകുകയില്ലായിരുന്നു. മനുഷ്യന് ഒന്നുമില്ല വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഏലത്തിലേക്കായി. ഏലം കഴിഞ്ഞാൽ കുറച്ച് പേര് കൊടിയും കിട്ടും. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പം കൊക്കോയ്ക്ക് വിലയായി. ഇപ്പോൾ ഏതാണ്ട് 360 345 ഏതാണ്ടൊക്കെ അത്രയും വിലയായി. പഴയ കാലത്തെ നാടൻ കൊക്കോ ചെടികൾ ഇപ്പോൾ തൊടികളിലെങ്ങുമില്ല. മികച്ച വിളവ് നൽകുന്ന ഹൈബ്രിഡ് തൈകളാണ് ഇപ്പോഴുള്ളത്. അതേസമയം അഴുകൽ രോഗവും മഞ്ഞളിപ്പുമെല്ലാം കൃഷിക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. എലി, അണ്ണാൻ, മരപ്പട്ടി തുടങ്ങിയവ കായ്കൾ തിന്നു നശിപ്പിക്കുന്നതും വ്യാപകമാണ്. ഇവയെ തുരത്താൻ സ്വയം മാർഗങ്ങൾ കണ്ടെത്തുകയേ വഴിയുള്ളൂ. വരും വർഷങ്ങളിലും ഉയർന്ന വില കിട്ടുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന. അതിലിപ്പം ശരാശരി ഉണക്കപ്പരിപ്പിൻ്റെ വില ഏതാണ്ട് 350 മേളിലുണ്ട്. ഇപ്പം 1 കിലോ കൊക്കോപ്പരിപ്പിൻ്റെ വില. നേരത്തെ ആയിരുന്ന എല്ലാ വീട്ടിലും ഇഷ്ടംപോലെ കൊക്കോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ പോലും കൊക്കോ കാണാനോ കൊക്കോ എന്ന് പറയുന്ന സാധനമോ ഇല്ല. അതേസമയം ഈ ഇടവിളയായിട്ട് ഏത് ചെറിയ കർഷകർക്കാണെങ്കിലും 1-2 എണ്ണം ഒരു വീടിൻ്റെ മുറ്റത്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ശരാശരി ഒരു 3-4 കിലോ പരിപ്പെങ്കിലും ശരാശരി ഒരു കൊക്കോയിൽ നിന്നൊരു വർഷം കിട്ടുന്നതാണ്. വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയ വളപ്രയോഗത്തിന്റെ കൂടുതൽ മാർഗങ്ങൾ കർഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കൃഷിവകുപ്പ് മുന്നോട്ട് വരണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പാലം വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഈ സാമ്പത്തിക വർഷം തന്നെ നിർമ്മാണം ആരംഭിക്കുമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. 36 കോടി രൂപ വകയിരുത്തി കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതെന്നും MP പറഞ്ഞു. വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് 45 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച തടിയമ്പാട് ചപ്പാത്തിലൂടെയാണ് ഇപ്പോഴത്തെ ഗതാഗതം. ഓരോ മഴക്കാലത്തും പെരിയാർ കരകവിഞ്ഞൊഴുകുമ്പോൾ ദിവസങ്ങളോളം തടിയമ്പാട് ചപ്പാത്ത് വെള്ളത്തിലായിരുന്നു. 2018 കാലവർഷത്തിൽ ഇടുക്കി ഡാമിന്റെ 5 ഷട്ടറുകളും തുറന്നതോടെ ചപ്പാത്തിന്റെ പല ഭാഗങ്ങളും ഒലിച്ചുപോയി. താൽക്കാലികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും പുതിയ പാലമെന്ന ആവശ്യം ഇതോടെ ശക്തമായി. തുടർന്ന് 2023 പെരിയാറിന് കുറുകെ തടിയമ്പാട് പാലം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ജില്ലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഇടുക്കി ജില്ലാ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ CRIF സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്
സേതുബന്ധൻ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയ പാലം നമുക്ക് തടിയമ്പാട് മരിയാപുരം 2 ഗ്രാമങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് നിർമ്മാണാനുമതി ലഭിച്ചു. 36 കോടി രൂപ ഭരണാനുമതി ലഭിച്ച ആ പദ്ധതി അതിൻ്റെതായ നിലയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ AS നടപടികൾ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് എന്നാണ് അവസാനമായി ലഭിക്കുന്ന വിവരം. ഈ സാമ്പത്തിക വർഷം തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കാര്യങ്ങൾ ഉള്ളത്. തീർച്ചയായും നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് തന്നെ ഏറ്റവും വലിയ ഒരു പാലമാണ്. 240 മീറ്റർ ദൈർഘ്യമുള്ള ഒരു പാലമാണ് തടിയമ്പാട് ശുപാർശ ചെയ്തിട്ടുള്ളത്. ജില്ലയിലെ ഏറ്റവും വലിയ പാലമായിട്ടായിരിക്കും ആ പാലം നിർമ്മാണം നടക്കാൻ പോകുന്നത്. അപ്പോൾ നാടിന്റെ ഒരു അഭിമാന പദ്ധതിയായി ആ സേതുബന്ധൻ പാലം അവിടെ നിർമ്മിക്കപ്പെടുമ്പോൾ സേതുബന്ധൻ പദ്ധതിയിൽപ്പെടുത്തി 36 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചുകൊണ്ടാണ് ആ പുതിയ പാലത്തിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. പാലത്തിലേക്കുള്ള പ്രവേശന വഴികൾ കൂടാതെ 240 മീറ്റർ നീളത്തിലാണ് ആ പുതിയ പാലം നിർമ്മിക്കുക. ഇതോടെ ഇടുക്കി ജില്ലയിൽ പെരിയാറിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം തടിയമ്പാട് പാലമായി മാറും. വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളുടെ യാത്രാരംഗത്ത് വലിയ മാറ്റം പ്രതീക്ഷിക്കുന്ന തടിയമ്പാട് പാലം ഈ സാമ്പത്തിക വർഷം തന്നെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് MP വ്യക്തമാക്കി. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. ശുചിത്വ മാലിന്യ സംസ്കരണത്തിനും ലൈഫ് ഭവന പദ്ധതിക്കുമാണ് ബജറ്റിൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ ബജറ്റ് അവതരിപ്പിച്ചു. മാലിന്യമുക്തം, സാമൂഹ്യക്ഷേമം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചത്. സേവന മേഖലയിൽ തന്നെ ആരോഗ്യ, വിദ്യാഭ്യാസ, പാർപ്പിട മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ഉൾക്കൊള്ളിച്ചാണ് ബജറ്റ് തയ്യാറാക്കിയത്. ഒപ്പം കർഷകരും കർഷക തൊഴിലാളികളും ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ കൃഷിയെയും കൃഷി സംബന്ധമായ മറ്റു മേഖലകൾക്കും ബജറ്റിൽ മുൻതൂക്കം നൽകിയിട്ടുണ്ട്. 15,78,869 രൂപ വരവും 15,69,49,400 രൂപ ചെലവും 26,30,469 രൂപ നീക്കി ബാക്കിയുമുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ അവതരിപ്പിച്ചു. ടോട്ടൽ 1,80,71,500 രൂപയും മറ്റ് റവന്യൂ ഗ്രാന്റ് പദ്ധതി ചെലവുകൾക്കായിട്ട് 7,68,15,000 രൂപയും മറ്റ് ഗ്രാന്റ് റവന്യൂ പദ്ധതി ഇതേതര ചെലവുകൾക്ക് 5,50,00,000 രൂപയും ആകെ റവന്യൂ വരവുകൾ 14,88,85,500 രൂപയും മൂലധന വരവ് വായ്പ വാങ്ങൽ 5 ലക്ഷം രൂപയും വായ്പ ഒഴികെ മൂലധന വരവുകൾ 57,57,000 രൂപയും മൂലധന ആകെ വരവുകൾ 62,57,000 രൂപയും ആകെ വരവ് 15,61,43,500 രൂപയും ആകെ വരവും പ്രാരംഭ ബാക്കിയും 15,95,78,869 രൂപ. തനതു വരുമാനം പരിമിതമായുള്ള ഗ്രാമപഞ്ചായത്തിൽ വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കാനുള്ള ചുവടുവയ്പ്പുകളും ബജറ്റിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം പരമ്പരാഗത വരുമാന സ്രോതസ്സുകളിൽ നിന്നും ടൂറിസം ഒരു പ്രധാന വരുമാന മേഖലയായി വികസിപ്പിക്കാൻ തുക നീക്കിവെച്ചു. വരുമാന വർധനവ് ഉറപ്പാക്കുന്നതിന് പുതിയ ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും നിലവിലുള്ളവ അറ്റകുറ്റപ്പണികൾക്കുമായി ഗണ്യമായ ഒരു വിഹിതവും നീക്കിവെച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസന്റെ അധ്യക്ഷതയിലാണ് ബജറ്റ് അവതരണം നടന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാമോൾ ബിനോജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമോൾ രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമോദ് ജോസഫ്, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി പി രമേഷ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ലിയോ പീറ്റർ, ഹെഡ് ക്ലർക്ക് സുനിൽകുമാർ ആർ തുടങ്ങിയവരും ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാംസ്കാരികോത്സവത്തിന് തുടക്കമായി. സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവത്തിന് കട്ടപ്പന പള്ളിക്കവല CSI ഗാർഡനിലാണ് തുടക്കമായത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി സാംസ്കാരികോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള സാംസ്കാരിക റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കട്ടപ്പനയിൽ ആദ്യമായി അണ്ടർ വാട്ടർ ടണൽ ഉൾപ്പെടെ അമ്യൂസ്മെന്റ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്, കുടുംബശ്രീ മേളകൾ, 100-ൽ പരം വാണിജ്യ സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, ഗാനമേള, മെഗാ ഷോ തുടങ്ങിയ പ്രോഗ്രാമുകളാണ് സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ഉദ്ഘാടനം ചെയ്തു. എന്താണെങ്കിലും ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് പരമാവധി ശ്രദ്ധിക്കുവാൻ ത്രിതല പഞ്ചായത്തോട് പറഞ്ഞിരിക്കുകയാണ്.
കാരണം കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിൽ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 25 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇടുക്കി ജില്ല സന്ദർശിച്ചിട്ടുള്ളത്. നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഒന്നും ഇത്രയും ആളുകൾ എത്തിച്ചേർന്നില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഞങ്ങളൊക്കെ നിവസിക്കുന്ന പഞ്ചായത്ത്, നമ്മുടെ വാഗമൺ. ഏതാണ്ട് 10-15 ലക്ഷത്തോളം വരുന്ന ആളുകൾ വാഗമണിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ടൂറിസത്തിന്റെ 50% സാധ്യത മാത്രമാണ് നമ്മുടെ ജില്ലയിൽ പോയി പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ഈയിടയ്ക്ക് കേരളത്തിന്റെ ടൂറിസം മന്ത്രി പഞ്ചായത്തുകളോട് പറയുകയുണ്ടായി, ഓരോ പഞ്ചായത്തിലും ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ കാര്യമായ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെക്കുന്ന പഞ്ചായത്തിന് 50 ലക്ഷം രൂപ ടൂറിസം വകുപ്പ് തരുമെന്ന് പറഞ്ഞു. നമ്മുടെ ജില്ലയിൽ 52 ഗ്രാമപഞ്ചായത്താണുള്ളത്. പക്ഷേ 10 പഞ്ചായത്ത് പോലും ഗവൺമെന്റിന്റെ മന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലാക്കാൻ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടില്ല. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി ഫിലിപ്പ്, ജെയിംസ് ജേക്കബ്, ഷീജ ഷാജി, കുസുമം സതീഷ്, സവിത ബിനു, ജലജ വിനോദ്, രഞ്ജിത് കുമാർ നാഗയ്യ, കെ കുമാർ, രാജൻകുട്ടി മുതുകുളം, ജെയിംസ് തേക്കൊമ്പൽ തുടങ്ങിയവർ സംസാരിച്ചു. പാറിപ്പറന്നു നടക്കേണ്ട പ്രായത്തിൽ ഇരുട്ടിന്റെ ലോകത്തേക്ക് നടന്നെടുക്കുകയാണ് ലിബിൻ എന്ന 7 വയസ്സുകാരൻ. ജന്മനാ തിമിരം ബാധിച്ച നെടുങ്കണ്ടം സ്വദേശി ലിബിൻ 11-ാം തീയതി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണ്. എന്നാൽ അതിനുള്ള തുക കണ്ടെത്തുവാനുള്ള ഓട്ടത്തിലാണ് ലിബിന്റെ മാതാപിതാക്കൾ. നെടുങ്കണ്ടത്തിനടുത്ത് മുണ്ടിയിരുമയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിപിന്റെയും ഭാര്യ ആര്യയുടെയും 2 മക്കളും ജനിച്ചത് കാഴ്ചയില്ലാതെയാണ്. സുമനസ്സുകളുടെ സഹായത്തോടെ 2 പേർക്കും നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് കുറെയെങ്കിലും കാഴ്ചശക്തി തിരിച്ചു കിട്ടിയത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പവർ കൂടിയ +12 ഇനത്തിൽപ്പെട്ട കണ്ണട ഉപയോഗിച്ചിട്ട് പോലും കാഴ്ചകൾ അന്യമാകുന്ന രീതിയിൽ മൂത്ത കുട്ടി ലിബിന്റെ കാഴ്ച കുറഞ്ഞു വരികയാണ്. എനിക്ക് 3 കുട്ടികളാണ്. അതിൽ 2 പേർക്ക് കണ്ണിന് ഒട്ടും കാഴ്ചയില്ലായിരുന്നു. കുഞ്ഞാവയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പം ചെക്കപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് 2 പേർക്കും. അപ്പം മൂത്തവനിപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നല്ല കാഴ്ചക്കുറവുണ്ട്, 90%. അപ്പോൾ അങ്കമാലിയിലാണ് ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു കണ്ണിൽ ലെൻസ് വെക്കുന്നതിന് 60,000 രൂപ പറഞ്ഞേക്കുന്നത്. പിന്നെ മരുന്നും അല്ലാതെ വെളിയിൽ നിന്നാണ്. അപ്പം അതിന് ഒരുപാട് പൈസയാവും. കുഞ്ഞിൻ്റെ കാര്യത്തിന് ഇപ്പോൾ 1.5 വയസ്സായതുള്ളൂ. ഇപ്പോൾ 2 വയസ്സാകുമ്പോഴാണ് അവൻ ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കോട്ടയത്തായിരുന്നു കാണിക്കുന്നത്. ഇപ്പോൾ ഇനി തിരുവനന്തപുരത്ത് കൊണ്ട് കാണിക്കാൻ അവിടെ നിന്ന് പറഞ്ഞായിരുന്നു. ഈ വരുന്ന 11-ാം തീയതി എറണാകുളം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാനാണ് പറഞ്ഞിരിക്കുന്നത്. 12-നും 14-നുമാണ് ശസ്ത്രക്രിയ ഡേറ്റുകൾ. ഇതിനുള്ള സാമ്പത്തികം ഇതുവരെ ആയിട്ടില്ല. ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കേണ്ട ലെൻസിന് തന്നെ 60,000 രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും. കൂടാതെ ആശുപത്രി ചെലവ്, മരുന്നുകൾ, താമസ ഭക്ഷണ ചെലവുകൾ എന്നിവ വേറെയും. തുടർച്ചയായി വേണ്ടിവരുന്ന ചികിത്സയും ആശുപത്രിയിലേക്കുള്ള യാത്രയും നിർധനരായ ഈ കുടുംബത്തെ പൂർണ്ണമായി തകർത്തിരിക്കുകയാണ്. പാമ്പാടുംപാറ പഞ്ചായത്തിലെ 2-ാം വാർഡിൽ 2 വർഷത്തിലധികമായിട്ട് താമസം തുടങ്ങിയ ആളുകളാണ് ഇവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. സാമ്പത്തികമായിട്ട് ഏറെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ 2 കുട്ടികളാണുള്ളത്. അപ്പോൾ 2 കുട്ടികൾക്കും കണ്ണിന് പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ അമ്മയുടെയും കാഴ്ചയ്ക്ക് പ്രോബ്ലം ഉണ്ട്. പാരമ്പര്യമാണെന്ന് തോന്നുന്നു 2 കുട്ടികൾക്കും ഇങ്ങനെ വന്നു. അപ്പോൾ ആദ്യം ഇതുപോലെ കുഞ്ഞിന് 4 മാസമായ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ ചാനൽ വാർത്തകളൊക്കെ കൊടുത്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുകയും കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. എന്നാലും അത് പൂർണ്ണമല്ല. വരും വർഷങ്ങളിൽ കുഞ്ഞിന് പ്രായം കൂടുന്നതിനനുസരിച്ച് ഓപ്പറേഷൻ വീണ്ടും വേണ്ടിവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പവർ കൂടിയ ലെൻസാണ് കുഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മൂത്ത കുട്ടിക്കും ഇപ്പോൾ ഈ മാസം 11-ാം തീയതി ഓപ്പറേഷൻ നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന ദിനങ്ങൾ ശേഷിക്കുമ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല ഇവർ. നല്ല മനസ്സുകൾ സഹായവുമായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. പിറവി എന്ന പേരിലുള്ള കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം ഫെബ്രുവരി 11-ന് കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ആന്റണി മുനിയറ പ്രകാശന കർമ്മം നിർവഹിക്കും.
ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ നിർമ്മലാണ് എഴുത്തിന്റെ ലോകത്തേക്ക് ചുവട് വയ്ക്കുന്നത്. പിറവി എന്ന പേരിൽ കൈപ്പട പബ്ലിക്കേഷനാണ് കവിതാ സമാഹാരം പുറത്തിറക്കുന്നത്. സമാഹാരത്തിൽ 27 കവിതകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാമൂഹ്യ പശ്ചാത്തലവും പ്രണയവും സ്ത്രീ സ്വാതന്ത്ര്യവുമെല്ലാം പ്രമേയമാക്കിയാണ് കവിത രചിച്ചിരിക്കുന്നത്. സ്കൂൾ കാലഘട്ടം മുതൽ എഴുതിയ കവിതകളിൽ ചിലത് മാത്രമാണ് കവിതാ സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പഠനകാലം മുതൽ എഴുതണമെന്നുള്ള ആഗ്രഹവും ആളുകളുടെയും കൂട്ടുകാരുടെയും വീട്ടിലുള്ളവരുടെയൊക്കെ പ്രോത്സാഹനമൊക്കെ കൂട്ടിച്ചേർത്ത് ഞാൻ ചെറിയ കവിതകൾ എഴുതി തയ്യാറാക്കി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ഇതിനുശേഷം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ നിന്നുണ്ടായ ഒരു പ്രചോദനത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്കിത് പ്രകാശനം ചെയ്യാനുള്ള ആഗ്രഹമുണ്ടായത്. കൈപ്പട പബ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഈ പ്രകാശനത്തിന് തുടക്കം കുറിച്ചത്. കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ പുസ്തകം ഏറ്റുവാങ്ങും. യുവ കവയിത്രി രാഖി ആർ ആചാരി പുസ്തക പരിചയം നടത്തും. കട്ടപ്പന ദർശനിയുടെ ആഭിമുഖ്യത്തിലാണ് പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കവിത എന്ന് പറയുന്നത് ആരുടെയും മനസ്സിലേക്ക് വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു കല തന്നെയാണ്. അതിനെ തീർച്ചയായിട്ടും ഒന്ന് വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ ഇതുപോലൊരു കലാകാരി ഉണ്ടായതിൽ തീർച്ചയായിട്ടും ഈ നാട്ടിലുള്ള ഞങ്ങളെപ്പോലുള്ള എല്ലാവർക്കും, കലയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം അഭിമാനമാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരും കവികളും എല്ലാം ഈ പുസ്തകങ്ങളെ വളരെ സ്വാഗതം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ആശാ നിർമ്മൽ, എം ജോസഫ്, ഷിജോ ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു. വിവിധ സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ബീന ടോമിക്കും കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡ് അംഗമായി തിരഞ്ഞെടുത്ത തോമസ് മൈക്കിളിനുമാണ് സ്വീകരണം നൽകിയത്. കൂടാതെ ITI കോളേജിലെ ചെയർമാൻ, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 34 ബൂത്ത് പ്രസിഡന്റുമാർ എന്നിവരെയും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. ഇനി അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ ബഹുമാന്യനായ KPCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും നേതൃത്വം നൽകുന്ന സമരാഗ്നി യാത്ര 9-ാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 30ഓളം കേന്ദ്രങ്ങളിൽ വലിയ സമ്മേളനങ്ങൾ, 10,000-കണക്കിന് ആളുകളെ ചേർത്തുള്ള വലിയ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ 3 സ്ഥലങ്ങളിലാണ് മീറ്റിംഗ്. 20-ാം തീയതി വൈകുന്നേരം തൊടുപുഴയിലും 21-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അടിമാലിയിലും 4 മണിക്ക് കട്ടപ്പനയിലും. അപ്പോൾ 21-ാം തീയതി 4 മണിക്ക് കട്ടപ്പനയിൽ നടക്കുന്ന ആ മഹാസമ്മേളനം, അത് വിജയിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം, അത് നടത്തുവാനുള്ള ഉത്തരവാദിത്വം, അതെല്ലാം കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയെ നിക്ഷിപ്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് സജ്ജമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി നടത്തുന്നത്. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകാനും യോഗം തീരുമാനിച്ചു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. മനോജ് മുരളി, ജോസ് മുത്തനാട്ട്, PS രാജപ്പൻ, പ്രശാന്ത് രാജു, സജീവ് KS, ജിതിൻ ഉപ്പമാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന സമരാഗ്നി യാത്രയുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗം ചേർന്നു. കാൽവരി മൗണ്ടിൽ കൂടിയ യോഗം DCC അധ്യക്ഷൻ CP മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കട്ടപ്പന നഗരസഭയിലെയും വാഴത്തോപ്പ്, മരിയാപുരം, കാമാക്ഷി, കാഞ്ചിയാർ, വാത്തിക്കുടി പഞ്ചായത്തുകളിലെയും ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗം കാൽവരി മൗണ്ട് മേഘമല റിസോർട്ടിൽ ചേർന്നത്. KPCCയുടെ സമരാഗ്നി സമരം വിപുലമായ പരിപാടികളോടെ നടത്തുന്നതിനായി യോഗം തീരുമാനിച്ചു. കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് CP മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്ക് വേണ്ടത് ബൂത്തിലേക്ക് ഇപ്പോൾ തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് ശിരസ വഹിക്കാൻ കൃത്യമായ ജോലി ഭംഗിയായി നിറവേറ്റിയാലേ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവത്തുള്ളൂ. കേന്ദ്രത്തിലെ മോഡിയുടെ ഭരണകൂടവും സംസ്ഥാനത്തെ പിണറായിയുടെ ഭരണകൂടവും ജനങ്ങളെ മുച്ചോട് മൂടിക്കുകയാണ്. അഴിമതികൾ മുങ്ങിക്കുളിച്ചിരിക്കുന്ന തൂർത്തവരുടെ മുഖമുദ്രയാണ്. ഭൂമി പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞത് എപ്പോഴും സമരം. പണ്ട് സമരം ചെയ്തിട്ടുള്ളത് KSU യൂത്ത് കോൺഗ്രസുമായിരുന്നു. ഭരിക്കുന്ന കൊടിയെ നോക്കാൻ ഞങ്ങൾ സമരം ചെയ്യും, നമ്മൾ എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ സ്ഥിരമാകുന്ന സമരത്തില്ല. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി
AP ഉസ്മാൻ, അഡ്വക്കേറ്റ് അനീഷ് ഫ്രാൻസിസ് പന്തലാനിക്കൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയ്ക്ക് മണ്ഡലം പ്രസിഡന്റുമാർ നേതൃത്വം നൽകി. ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കുഴിച്ചതിനെതിരെ നാട്ടുകാർ രംഗത്ത്. വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഭൂമിയാങ്കുളം സ്റ്റേഡിയം പടി മണിയാറൻകുടി റോഡിന്റെ ഐറിഷ് ഓട JCB ഉപയോഗിച്ച് പൊളിച്ചതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം. വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഭൂമിയാംകുളം സ്റ്റേഡിയം പടി മണിയാറൻകുടി റോഡിന്റെ ഒരു വശത്തെ ഐറിഷോട JCBയും ബ്രേക്കറും ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയിരുന്നു. ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുവാനാണ് റോഡ് പൊളിച്ചത്. കാലങ്ങളായി തകർന്നു കിടന്നിരുന്ന റോഡ് നാട്ടുകാരുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ത്രിതല പഞ്ചായത്തുകളും മന്ത്രിയും MP-യും ഇടപെട്ട തുക അനുവദിച്ചാണ് ടാറിംഗ് നടത്തിയത്. റോഡ് സഞ്ചാരയോഗ്യമാക്കി ഏറെ താമസിയാതെ പൊളിച്ചു നീക്കിയത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കി. ഈ തരത്തിൽ ഈ പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ ഐറിഷോടയും ടാറിങ്ങുമെല്ലാം കുത്തിപ്പൊളിച്ചതിന് ശേഷം വെറുതെ പരിക്കനിട്ടുകൊണ്ട് മാത്രം ആ പ്രവർത്തനങ്ങൾ നടത്തി പോകുന്നതാണ്, കോൺട്രാക്ട് ചെയ്തു വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ മഴക്കാലത്ത് കൊക്കര ഭാഗത്തു നിന്നുമൊക്കെ ഒഴുകി വരുന്ന വലിയ വെള്ളം ഒഴുകി വരുന്ന പ്രദേശമാണ്. ഈ ഐറിഷോടയിലൂടെ വീണ്ടും കോൺക്രീറ്റ് ചെയ്യാതെ പരിക്കനിട്ടുകൊണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണം നടത്തിയാൽ ഈ വെള്ളപ്പാച്ചിലൂടെ ഇവിടെ വലിയ ഓടകൾ ഗർത്തങ്ങളും രൂപപ്പെടുകയും പഴയ രീതിയിൽ തന്നെ ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. നമ്മുടെ പൊതുജനങ്ങളുടെ പണം, ഈ സർക്കാരിൻ്റെ പണം, ലക്ഷക്കണക്കിന് രൂപ ഉപയോഗിച്ച് പണിത ഈ ഓട പണിയുവാൻ ഉപയോഗിച്ച ഫണ്ട് എഞ്ചിനീയർമാർ, ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ കണക്കുകൂട്ടി അത്രയും ഫണ്ട് തന്നെ അനുവദിച്ചുകൊണ്ട് വീണ്ടും ബലവത്തായിട്ടുള്ള കോൺക്രീറ്റ് ചെയ്ത് ഈ ഓട നിർമ്മിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. MP ഫണ്ടിൽ നിന്നും തുക നീക്കിവെച്ച് റോഡിന്റെ ഇരുവശവും ഐറിഷോടയും നിർമ്മിച്ചിരുന്നു. എന്നാൽ 25 ലക്ഷത്തിലധികം രൂപ പൊതുഫണ്ട് മുടക്കി നിർമ്മിച്ച റോഡ് കുത്തിപ്പൊളിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും ഇരുമ്പ് പൈപ്പ് പുറമേ സ്ഥാപിച്ചാൽ എന്താണ് പ്രശ്നമെന്നുമാണ് നാട്ടുകാരുടെ ചോദ്യം. മഴക്കാലത്ത് ശക്തമായ വെള്ളമൊഴുക്കുള്ള റോഡിന്റെ പൊളിച്ച ഭാഗം അടിയന്തരമായി കോൺക്രീറ്റ് ചെയ്യണമെന്നും ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും സംസ്ഥാന സർക്കാരിനും പരാതി നൽകുമെന്നും അനിൽ ആനിക്കനാട് പറഞ്ഞു. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ അനുവദിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും ഉപ്പുതറ തവാർണ ലോണ്ടറി റോഡ് നിർമ്മാണം എങ്ങും എത്തിയില്ലെന്ന് പരാതി. റീബിൽഡ് കേരളയുടെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് നവീകരിക്കാൻ തുടങ്ങിയെങ്കിലും മണ്ണിളക്കിയിട്ടതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇതോടെ യാത്രാ ദുരിതത്തിലാണ് മേഖലയിലെ ജനങ്ങൾ. ഏലപ്പാറ കൊച്ചുകരിന്തരുവി ഉപ്പുതറ റോഡിന്റെ ഭാഗമാണിത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ 2006 16 കോടി രൂപ ചിലവഴിച്ചിട്ടും എസ്റ്റിമേറ്റിലെ അപാകത മൂലം ഫണ്ട് തികയാതെ ലോണ്ടറി ഫാക്ടറിക്ക് സമീപം നിർമ്മാണം നിലച്ച പദ്ധതിയാണിത്. ഇതോടെ ഉപ്പുതറ വരെയുള്ള 1850 മീറ്റർ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു. തുടർന്ന് റോഡ് നിർമ്മിക്കാൻ വാഴൂർ സോമൻ MLA റീബിൽഡ് കേരളയിൽ 50 ലക്ഷം രൂപ അനുവദിച്ച കരാർ നൽകി. നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു ചുമതല. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം എങ്ങും എത്തിയില്ല. തുടർന്ന് 1 വർഷം മുൻപ് മെറ്റിലിറക്കി. അതും കഴിഞ്ഞ് 1 വർഷം കൂടി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച റോഡ് നിരപ്പാക്കിയത്. എന്നാൽ പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരിക്കുകയാണ്. ഇളകിയ മെറ്റലിൽ തെന്നി വീണ നിരവധി കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രികർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന പൊടി ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പ്രദേശവാസികളും പറയുന്നു. ഉപ്പുതറ ഏലപ്പാറ റോഡാണ് ഈ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വേണ്ട ഒരു 8-10 മാസമായി. വണ്ടികൾക്കാണ് എന്നും പണി. ജനങ്ങൾ, സ്കൂൾ കുട്ടികളും പീരുമേട് ടീ കമ്പനി ലോക്കൗട്ട് ചെയ്ത എസ്റ്റേറ്റാണ്. അങ്ങോട്ടുള്ള തൊഴിലാളികൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്, ക്ലേശങ്ങൾ അനുഭവിച്ചാണ് ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഈ റോഡിൻ്റെ പണി തീർത്ത് ഈ വഴി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഓട്ടോക്കാരെ ഞങ്ങളുടെ ആവശ്യം. ഇതിനിടെ 24 ലക്ഷം രൂപ ചിലവഴിച്ച ഉപ്പുതറ പാലം ജംഗ്ഷൻ മുതൽ 450 മീറ്റർ ദൂരം ഗ്രാമപഞ്ചായത്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ ബാക്കി ഭാഗം പൂർണ്ണമായും പണിയാൻ റീബിൽഡ് കേരളയുടെ ഫണ്ട് തികയുകയുമില്ല. രണ്ടിനുമിടയിൽ 200 മീറ്റർ ദൂരം റോഡ് തകർന്നു കിടക്കുന്ന സ്ഥിതിയാണ്. ഈ ഭാഗം സഞ്ചാരയോഗ്യമാക്കാനുള്ള ഫണ്ട് അനുവദിക്കണമെന്നും കരാറുകാരനെ മാറ്റി പുതിയ കരാർ നൽകി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ പൂർത്തീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിൽ വീണ മ്ലാവിനെ വനപാലകർ രക്ഷപ്പെടുത്തി. വണ്ടിപ്പെരിയാർ തങ്കമല പുതുവലിലാണ് മ്ലാവ് കുളത്തിൽ വീണത്. പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്ന് കിടക്കുന്ന വണ്ടിപ്പെരിയാർ തങ്കമല പുതുവൽ ഭാഗത്തു താമസിക്കുന്ന മുനിയാണ്ടിയുടെ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കുളത്തിലാണ് മ്ലാവ് വീണത്. രാവിലെയാണ് മ്ലാവിനെ വീട്ടുകാർ കുളത്തിൽ കണ്ടെത്തിയത്.
തുടർന്ന് കുമളി വനപാലകരെ വിവരമറിയിച്ചു. പിന്നീട് RRT ടീമിലെ വനപാലകർ സ്ഥലത്തെത്തി. കുളത്തിലേക്ക് വലയിട്ട് മ്ലാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. 12 വയസ്സ് പ്രായമുള്ള മ്ലാവാണ് കുളത്തിൽ വീണത്. അടിമുടി പ്രൊഫഷണലാകാൻ ഒരുങ്ങി ഹരിതകർമ്മസേന. ഇതിനായി കട്ടപ്പന നഗരസഭയിൽ ഹരിതകർമ്മസേനയ്ക്ക് ത്രിദിന പരിശീലനം ആരംഭിച്ചു. പരിശീലന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേനയെ പ്രൊഫഷണലാക്കുവാനുള്ള ത്രിദിന പരിശീലനത്തിനാണ് കട്ടപ്പന നഗരസഭയിൽ തുടക്കമായത്. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റും കിലയും സംയുക്തമായാണ് പരിശീലനം നൽകുന്നത്. പരിശീലന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടു വളരേണ്ടത്. നമ്മളെന്ത് മടിയെന്ന് തോന്നി നമ്മൾ മാറി നിൽക്കുന്നു, നമ്മളുടെ കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ മാറി നിൽക്കും. പക്ഷേ നമ്മൾ ഏത് കാര്യത്തിൽ കർത്തവ്യമുള്ളവരാണോ അതേ കാര്യത്തിൽ നല്ല കൃത്യനിഷ്ഠയോടെ ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളെ കണ്ട് നമ്മുടെ നഗരവും നന്നായി വരും. മാലിന്യം വേർതിരിക്കൽ, ശേഖരണം, ഗതാഗതം, ഹരിതകർമ്മസേനയുടെ ആശയവിനിമയം മെച്ചപ്പെടുത്തൽ, ആരോഗ്യ സുരക്ഷ, ലിംഗനീതിയും അന്തസ്സും ഉറപ്പാക്കൽ, ബ്രാൻഡിംഗ്, മാലിന്യ പരിപാലന നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ, സാമൂഹ്യ സുരക്ഷ, ഹരിതമിത്രം ആപ്പ്, സംരംഭകത്വ സാധ്യതകൾ, കണക്കുകളുടെ സൂക്ഷിപ്പ്, ഉറവിട മാലിന്യ സംസ്കരണം, സാങ്കേതിക വിദ്യകൾ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അധ്യക്ഷനായിരുന്നു. കില ജില്ലാ ഫെലിസിറ്റേറ്റർ PV മധു മുഖ്യപ്രഭാഷണം നടത്തി. ക്ലീൻ സിറ്റി മാനേജർ ജിൻസിറിയക്, KSWMP ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ MK രാഹുൽ, കുടുംബശ്രീ ചെയർപേഴ്സൺ രത്നമ്മ, കില തീമാറ്റിക് എക്സ്പേർട്ട് മരിയ സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പരിസ്ഥിതി സംരക്ഷണ സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാറിൽ ലോക തണ്ണീർത്തട സംരക്ഷണ ദിനം ആചരിച്ചു. മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഖുറാനും ഹദീസും കൊണ്ട് ഉറപ്പിച്ചതാണ്. വരും തലമുറയ്ക്ക് വേണ്ടി ഭൂമിയെ സംരക്ഷിക്കുക എന്നത് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെയും ബാധ്യതയാണെന്നും KMA ഷുക്കൂർ പറഞ്ഞു. ഇവിടെ ജീവിച്ചു വളരാനുള്ളതാണ്. നമ്മളും വന്നത് നമ്മുടെ മുൻഗാമിയിൽ നൽകിയ ഈ മണ്ണിലേക്കാണ്. അപ്പോൾ ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ മനുഷ്യരാശിക്ക് വേണ്ടി ജഗന്യതാവായ അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ ഈ ഭൂമിയെ, ആ ഭൂമിയെ നിലനിർത്തിയതിനെ കുറിച്ചും അതിലെ മലകളെയൊക്കെ കുന്നുകളെയൊക്കെ ആണികളാക്കി ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി അതിന്റെ സഞ്ചാരയോഗ്യത്തിന് വേണ്ടി നിറമായി തെളിവുകൾ നിർത്തിയിട്ടുള്ള, അതായത് ഭൂമിയുടെ നിലനിൽപ്പിനെ കുറിച്ച്, അണ്ടകടാകത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചൊക്കെ പൂർണ്ണമായി ഒരുപക്ഷെ പറഞ്ഞ ലോകത്തെ ഏറ്റവും ആദ്യത്തെ ശാസ്ത്ര ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. വണ്ടിപ്പെരിയാർ മൗണ്ട് റിവേറ റിസോർട്ടിൽ നടന്ന യോഗത്തിൽ ജില്ലാ ചെയർമാൻ TH അബ്ദുൾ സമദ് അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം SM ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. യൂനസ് ഉടുമ്പുംചോല, PE ജലീൽ, മുഹമ്മദ് മൗലവി, AM സമദ്, ഏന്തയാർ കുഞ്ഞുമോൻ, KPK ഫൈസൽ, മൊയ്തീൻകുട്ടി ഹാജി, ഹക്കീം തൊപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തങ്കമണി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്കൂൾ അങ്കണത്തിൽ നടന്നു. ജൂബിലി സമ്മേളന ഉദ്ഘാടനവും ജൂബിലി സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനവും ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ നിർവഹിച്ചു. തങ്കമണി നിവാസികളുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായി 1974 അക്കാലത്തെ MLA ആയിരുന്ന VT സെബാസ്റ്റ്യൻ സർക്കാരിൽ സ്വാധീനം ചെലുത്തി തങ്കമണിയിൽ സർക്കാർ UP സ്കൂൾ അനുവദിക്കുകയായിരുന്നു. 2010-11 കാലയളവിൽ സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തി. പഠന മികവിലും കലാകായിക രംഗങ്ങളിലും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന തങ്കമണി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടന്നു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് യാതൊരുവിധമായ അടിസ്ഥാന സൗകര്യങ്ങളും ജീവിത സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ഒരു തലമുറയ്ക്ക് നിരവധി തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിക്കൊണ്ട് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ നടത്തിയ അധ്യാപകർ, ആ അധ്യാപകരുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രമായിക്കൊണ്ട് ജീവിതത്തിന്റെ നാനാ തുറകളിൽ ഉന്നതമായ നിലകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളായ ഒട്ടേറെ വ്യക്തികളും ഈ വേദി പങ്കിടുകയും നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിച്ചി മുക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് പ്രഭ ES റിപ്പോർട്ട് അവതരിപ്പിച്ചു.
മികച്ച വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ വിതരണം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ ജോസഫ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമഠം, CDS ചെയർപേഴ്സൺ ലിസി മാത്യു എന്നിവർ ചേർന്ന് നിർവഹിച്ചു. നവീകരിച്ച സയൻസ് ലാബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെനി റോയ് നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ സ്കൂളിന്റെ ആദ്യ അഡ്മിഷൻ നമ്പർ സേവിയർ താഴത്തു വീട്ടിലിനെ സ്കൂളിലെ അവസാന അഡ്മിഷൻ നമ്പറായ 6ാം ക്ലാസ് വിദ്യാർത്ഥി രഞ്ജിത്ത് സജീവൻ മൊമെന്റോ നൽകി ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും റിതം ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു. അന്തർ സംസ്ഥാന നൃത്ത മത്സരത്തിൽ തമിഴ് നാടൻ പാട്ടിനൊപ്പം ചൂടുവെച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കി വണ്ടിപ്പെരിയാർ സ്വദേശിനി അദീക്ഷ. വണ്ടിപ്പെരിയാർ ആർട്സ് ആൻഡ് സോൾ ഡാൻസ് സ്റ്റുഡിയോ വിദ്യാർത്ഥിനിയാണ് 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ കൊച്ചുമിടുക്കി. ഇത് വണ്ടിപ്പെരിയാർ സ്വദേശിനിയായ അദീക്ഷ എന്ന 2ാം ക്ലാസ്സുകാരിയായ കൊച്ചുമിടുക്കി. കഴിഞ്ഞ ഒരു വർഷക്കാലമായി അദീക്ഷ വണ്ടിപ്പെരിയാർ ആർട്സ് ആൻഡ് സോൾ ഡാൻസ് സ്റ്റുഡിയോയിലെ സതീഷ് മാസ്റ്ററുടെ ശിക്ഷണത്തിൽ കഠിന നൃത്ത പരിശീലനത്തിലാണ്. ഈ കൊച്ചുമിടുക്കിയുടെ കഠിന പരിശീലനത്തിന് 2 തവണയാണ് ഫലം ലഭിച്ചത്. കഴിഞ്ഞ തവണ മധുരയിൽ വെച്ച് നടന്ന അന്തർ സംസ്ഥാന തമിഴ് നാടൻ നൃത്ത മത്സരത്തിൽ അദീക്ഷയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ചിരുന്നു. ഇത്തവണ തമിഴ്നാട് കോയമ്പത്തൂരിൽ വെച്ച് നടന്ന അന്തർ സംസ്ഥാന തമിഴ് നാടൻ പാട്ടിനൊപ്പമുള്ള നൃത്തച്ചുവടുകൾ ഈ കുരുന്നുപാദങ്ങൾക്ക് കടുപ്പമേറിയതായിരുന്നെങ്കിലും ലഭിച്ചത് 1ാം സ്ഥാനം. ഡാൻസ് മാസ്റ്റർ സതീഷിന്റെ ശിക്ഷണത്തിലാണ് നൃത്തം അഭ്യസിച്ചു വരുന്നതെന്ന് അദീക്ഷ പറയുന്നു. എൻ്റെ പേര് അദീക്ഷ. ഞാൻ സതീഷ് മാസ്റ്ററിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. ഞാൻ കോയമ്പത്തൂരിന് ബാറ്റിൽ പോയി ഫോർക്കിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഇതിനു മുന്നേ ഞാൻ മധുരയ്ക്ക് പോയായിരുന്നു. മധുരയ്ക്ക് പോയിട്ട് സെക്കൻഡ് പ്രൈസ് ആയിരുന്നു. ഈ തവണ ഫസ്റ്റ് ആയിരുന്നു. മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് നൃത്ത പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സതീഷ് വണ്ടിപ്പെരിയാർ അഴുത ബ്ലോക്ക് സ്ത്രീ ശാക്തീകരണ നിലയത്തിൽ സമ്മർ ക്യാമ്പായി പരിശീലനം ആരംഭിക്കുന്നത്. ഇപ്പോൾ 20ഓളം കുട്ടികൾ ഡാൻസ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അന്തർ സംസ്ഥാന തമിഴ് നാടൻ നൃത്തത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അദീക്ഷയ്ക്കൊപ്പം വിവിധ തലങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കുവാനുള്ള പരിശ്രമത്തിലാണ് അദീക്ഷയുടെ സഹപാഠികളും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കിയിലെ മറ്റ് കാർഷിക ഗ്രാമങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് വട്ടവടയുടെ കാർഷിക കാഴ്ചകൾ. ക്യാരറ്റും വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും സ്ട്രോബെറിയും ഒക്കെ വിളയുന്ന കാർഷിക മേഖല. വട്ടവടയിൽ ഇപ്പോൾ സ്ട്രോബെറിയുടെ വിളവെടുപ്പ് കാലമാണ്. പഴുത്തു തുടുത്ത സ്ട്രോബെറി തോട്ടങ്ങൾ കാണാനും കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് വാങ്ങാനും നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട്. മൂന്നാർ പിന്നിട്ട് വട്ടവടയുടെ ഗ്രാമീണ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ കാർഷിക കാഴ്ചകൾ ആസ്വദിക്കാതെ മടങ്ങാറില്ല. തലമുറകളായി കൈമാറി വന്ന കാർഷിക സംസ്കാരത്തിൽ ഊന്നി കൃഷിയിറക്കുന്ന ഭൂമി. വട്ടവടയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് അത്ഭുത കാഴ്ചയായി മാറുകയാണ് പഴുത്തു തുടുത്ത സ്ട്രോബെറികൾ. The strawberries here are amazing and the town is so beautiful and feel very lucky to be here today seeing the amazing festival. I can't wait to see what happens. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ 25 ഹെക്ടറോളം അധികം ഭൂമിയിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. സഞ്ചാരികൾക്ക് സ്ട്രോബെറിയും വൈനും മറ്റ് ഉപ ഉൽപ്പന്നങ്ങളും കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ വാങ്ങാം. കിലോഗ്രാമിന് 500 രൂപ വരെയാണ് വില. സ്ട്രോബെറിയുടെ വിളവെടുപ്പ് കാലമാണ്. വിദേശികളും സ്വദേശികളുമായ നിരവധിയായ സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്.
കഴിഞ്ഞ വർഷത്തെക്കാളും വട്ടവടയിൽ ഏതാണ്ട് 25 ഹെക്ടറോളം സ്ട്രോബെറി കൃഷി ചെയ്യുകയും സ്ട്രോബെറി കൃഷിക്ക് ന്യായമായ വില കിട്ടുകയും ചെയ്യുന്നുണ്ട്. ധാരാളമായ സഞ്ചാരികൾ വന്ന് വട്ടവടം മൊത്തം കാണുകയും വട്ടവടയുടെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. സ്ട്രോബെറിക്കൊപ്പം ബ്ലാക്ക്ബെറിയും പാകമായിട്ടുണ്ട്. കൃഷിയിടങ്ങൾക്ക് കൂടുതൽ അഴകേകി സൂര്യകാന്തിയും പൂവിട്ടിരിക്കുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏലക്കാൽ വിവരം. ആകലൂട്ട് 220, വിൽപ്പനയ്ക്ക് വന്നത് 71,600, വിൽപ്പന നടന്നത് 69,123, കൂടിയ വില 1994, ശരാശരി വില 1476. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 540 രൂപ, ഏലം കൂടിയ വില 1400, ഏലം ശരാശരി വില 1250, കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 950, കൊക്കോ 60, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5800 രൂപ, വെള്ളി 74. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂപ്പാറ ടൗണിലെ അനധികൃത കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു. നടപടി. പന്നിയാർപ്പുഴയും റോഡ് പുറമ്പോക്കും കയ്യേറി നടത്തിയ 56 നിർമ്മാണങ്ങൾക്കെതിരെ ഒഴിയാൻ സാവകാശം നൽകാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ നേരിയ സംഘർഷം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. വ്യാപാരികൾ വോട്ട് ബാങ്കായി മാറണമെന്ന് ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്ന സമരത്തിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പിന്തുണ നൽകുമെന്നും നേതൃത്വം. മകന് സംഭവിച്ച അപകടത്തിന്റെ നിജസ്ഥിതി അറിയാതെ ഒരു കുടുംബം. അപകടത്തെ തുടർന്ന് 107 ദിവസമായി അബോധാവസ്ഥയിൽ തുടരുന്നത് അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പുതുപ്പറമ്പിൽ ബിനോജ് മോഹൻ. വീടിന് മുൻപിൽ ഗുരുതര പരിക്കുകളോടെ ബിനോജിനെ വീട്ടുകാർ കണ്ടത് 2023 ഒക്ടോബർ 24 രാത്രി 10 മണിയോടെ. ഏതാനും വർഷം മുൻപ് വരെ കർഷകരുടെ കൈത്താങ്ങായിരുന്ന കൊക്കോ പരിപ്പിന് വീണ്ടും പൊന്നും വില സർവകാല റെക്കോർഡിലെത്താൻ കാരണം ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.